ഒരു കൂട്ടം ആളുകൾ ഒരു മരത്തെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നു. അവരുടെ മുന്നിൽ ആയുധങ്ങളുമായി എത്തിയ ആളുകൾ. അവർക്കറിയാമായിരുന്നു മരത്തെ വിട്ടുകൊടുക്കുന്നില്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടാം. എന്നിട്ടും അവർ മരത്തെ വിട്ടില്ല. പക്ഷേ ഇതൊരു സിനിമയിലെ രംഗമല്ല. രാജസ്ഥാനിൽ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന യഥാർത്ഥ സംഭവമാണ്. ആ മരത്തെ രക്ഷിക്കാൻ മനുഷ്യർ സ്വന്തം ജീവൻ പോലും പണയം വെച്ചത് എന്തുകൊണ്ടായിരുന്നു? അതറിയാൻ നമുക്ക് ഏകദേശം 300 വർഷം പിന്നിലേക്ക് പോകാം. രാജസ്ഥാനിലെ താർ മരുഭൂമിയുടെ പ്രദേശങ്ങളിൽ വെള്ളവും പച്ചപ്പും എപ്പോഴും വിലപ്പെട്ടതാണ്. അത്തരമൊരു പ്രദേശത്താണ് പ്രകൃതിയോട് വളരെ പ്രത്യേകമായ ഒരു ബന്ധം പുലർത്തിയിരുന്ന ഒരു സമൂഹം വളർന്നത്. ബിഷ്ണോയ് സമൂഹം. ബിഷ്ണോയ് എന്ന പേര് അവരുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന 29 തത്വങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇവരുടെ ആത്മീയ ഗുരുവായ ഗുരു ജംബേശ്വർ ജാംബോജി എന്നും അറിയപ്പെടുന്നു. 15-ാം നൂറ്റാണ്ടിൽ ഈ തത്വങ്ങൾ ഉപദേശിച്ചു. ബിഷ്ണോയ് ജീവിതത്തിൽ പ്രകൃതി സംരക്ഷണം വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് വഹിക്കുന്നത്. മരങ്ങൾ സംരക്ഷിക്കുക, വന്യജീവികളെ സംരക്ഷിക്കുക, ജീവജാലങ്ങളോട് കരുണ കാണിക്കുക. ഇവ വെറും നല്ല ആശയങ്ങളായി മാത്രം നിന്നില്ല, അവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. പ്രത്യേകിച്ച് രാജസ്ഥാനിലെ ഗേജ്രി മരത്തിന് അവരുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. വരണ്ട പ്രദേശത്തും വളരാൻ കഴിയുന്ന ഈ മരം അവിടുത്തെ പരിസ്ഥിതിയിലും മനുഷ്യജീവിതത്തിലും പ്രധാനപ്പെട്ടതാണ്. 1730 രാജസ്ഥാനിലെ ജോധ്പൂരിന് സമീപമുള്ള കേജർലി ഗ്രാമം. അന്ന് ജോധ്പൂരിലെ മഹാരാജാവായിരുന്നു അഭയ് സിംഗ്. രാജാവിൻ്റെ കൊട്ടാരത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ മരങ്ങൾ ശേഖരിക്കാൻ ആളുകളെ അയച്ചു. അവർ കേജർലി ഗ്രാമത്തിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബിഷ്ണോയികൾ മരങ്ങൾ വെട്ടാൻ അനുവദിച്ചില്ല. അവരിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു അമൃത ദേവി ബിഷ്ണോയ്. ഒരു ഗേജ്രി മരം വെട്ടാൻ ആളുകൾ എത്തിയപ്പോൾ അവർ അതിനെ എതിർത്തു. അവരുടെ മുന്നിൽ ഒരു വലിയ ചോദ്യമുണ്ടായിരുന്നു: മരം രക്ഷിക്കണോ, സ്വന്തം ജീവൻ രക്ഷിക്കണോ? അമൃതാദേവി മരത്തെ കെട്ടിപ്പിടിച്ചു. പിന്നെ സംഭവിച്ചത് വളരെ ദാരുണമായിരുന്നു. അമൃതാദേവി കൊല്ലപ്പെട്ടു. ഇത് കണ്ടിട്ട് മറ്റുള്ളവർ പിന്നോട്ട് പോയില്ല. ഒരാൾ മരത്തെ കെട്ടിപ്പിടിച്ചു, പിന്നീട് മറ്റൊരാൾ, പിന്നെയും മറ്റൊരാൾ. മരങ്ങളെ വെട്ടുന്നതിന് തടസ്സമായി അവർ സ്വന്തം ശരീരത്തെ തന്നെ ഒരു കവചമാക്കി. ചരിത്രരേഖകളിൽ പറയപ്പെടുന്നതനുസരിച്ച് അമൃതാദേവിയോടൊപ്പം അവരുടെ 3 പെൺമക്കളും കൊല്ലപ്പെട്ടു. പക്ഷേ അതിനുശേഷവും പ്രതിഷേധം അവസാനിച്ചില്ല. കേജർലി സംഭവവുമായി ബന്ധപ്പെട്ട് 363 ബിഷ്ണോയികൾ കൊല്ലപ്പെട്ടതായി ചരിത്രപരമായ രേഖകളും ബിഷ്ണോയ് പാരമ്പര്യവും രേഖപ്പെടുത്തുന്നു. അവർ മരങ്ങളെ സംരക്ഷിക്കാൻ ജീവൻ നൽകിയവരായി ഓർമ്മിക്കപ്പെടുന്നു. ഇതാണ് ഈ സംഭവത്തെ ഇന്ത്യയിലെ പരിസ്ഥിതി സംരക്ഷണ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സംഭവങ്ങളിൽ ഒന്നാക്കി മാറ്റിയത്. കേജർലിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ രാജാവിൻ്റെ അറിവിലെത്തി. മരങ്ങൾ സംരക്ഷിക്കാനുള്ള ബിഷ്ണോയികളുടെ ശക്തമായ എതിർപ്പ് മനസ്സിലാക്കിയതോടെ മരംവെട്ടൽ നിർത്താൻ ഉത്തരവിട്ടതായി ചരിത്രരേഖകൾ പറയുന്നു. അങ്ങനെ ഒരു ഗ്രാമത്തിലെ പ്രതിഷേധം ഒരു വലിയ ഭരണ തീരുമാനത്തിലേക്ക് എത്തി. ബിഷ്ണോയികളുടെ കഥയിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഒരു മരത്തിന് വേണ്ടി ജീവൻ നൽകിയത് മാത്രമല്ല, പ്രകൃതിയെ മനുഷ്യജീവിതത്തിൽ നിന്ന് വേർതിരിച്ച് കാണാത്ത ഒരു ജീവദർശനമാണ് അതിൻ്റെ പിന്നിൽ. മരമുണ്ടെങ്കിൽ മണ്ണിനും മൃഗങ്ങൾക്കും മനുഷ്യർക്കും പ്രയോജനം. മൃഗങ്ങളെ സംരക്ഷിച്ചാൽ പരിസ്ഥിതിയുടെ സമുദ്രലിതാവസ്ഥ നിലനിൽക്കും. അതുകൊണ്ട് തന്നെ പ്രകൃതി സംരക്ഷണം അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിരുന്നു. ഇന്നും രാജസ്ഥാനിലെ ബിഷ്ണോയ് സമൂഹത്തെക്കുറിച്ച് പറയുമ്പോൾ കൃഷ്ണമൃഗം പോലുള്ള വന്യജീവികളോടുള്ള അവരുടെ സംരക്ഷണ മനോഭാവം പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നു. മരുഭൂമി പ്രദേശത്ത് വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള സഹവർത്തിത്വത്തിൻ്റെ ഒരു പ്രത്യേക ഉദാഹരണമായാണ് ഈ സമൂഹത്തെ കാണുന്നത്. ഇന്ന് നമുക്കൊരു മരം വെട്ടുന്നതും ഒരു വന്യജീവിയെ നഷ്ടപ്പെടുന്നതും ചെറിയ കാര്യമായി തോന്നിയേക്കാം. പക്ഷേ ബിഷ്ണോയികളുടെ ജീവിത രീതി നമ്മളോട് മറ്റൊരു ചോദ്യം ചോദിക്കുന്നു: പ്രകൃതിയെ സംരക്ഷിക്കുന്നത് സർക്കാർ മാത്രം ചെയ്യേണ്ട കാര്യമാണോ? അല്ലെങ്കിൽ അത് ഓരോ മനുഷ്യൻ്റെയും ഉത്തരവാദിത്വമാണോ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു മരത്തെ കെട്ടിപ്പിടിച്ച മനുഷ്യർ നൽകിയ സന്ദേശം ഇന്നും വളരെ പ്രസക്തമാണ്. കേജർലിയിൽ നടന്ന സംഭവം ഏകദേശം 300 വർഷം പഴക്കമുള്ളതാണ്. പക്ഷേ ആ കഥയുടെ ചോദ്യം ഇന്നും പഴയതായിട്ടില്ല. ഒരു മരം നമുക്ക് എത്ര വിലപ്പെട്ടതാണ്? ഒരു വന്യജീവിയുടെ ജീവന് എത്ര വിലയുണ്ട്? പ്രകൃതിയെ സംരക്ഷിക്കാൻ നമ്മൾ എന്ത് ചെയ്യാൻ തയ്യാറാണ്? ബിഷ്ണോയ് സമൂഹത്തിൻ്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ്: പ്രകൃതിയെ സംരക്ഷിക്കുന്നത് ഭാവിയെ സംരക്ഷിക്കുകയാണ്. ഇത്തരത്തിലുള്ള യഥാർത്ഥവും കൗതുകകരമായ ഇന്ത്യൻ കഥകൾ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയൂ. ഇതുപോലെയുള്ള കൂടുതൽ യഥാർത്ഥ കഥകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു കൗതുകകരമായ കഥയുമായി വീണ്ടും കാണാം.